നമ്മളിൽ പലരും ദൈവത്തെ തേടുന്നത് എപ്പോഴാണ്? ജീവിതം ആൾമോസ്റ്റ് കഴിഞ്ഞ ശേഷമാണ്. ഭൂരിഭാഗം പേരും എല്ലാം കഴിഞ്ഞ ശേഷം, ശരീരം ക്ഷീണിച്ച ശേഷം, മനസ്സ് തളർന്ന ശേഷം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ദൈവത്തിൻ്റെ ചിന്ത ഉണ്ടാവില്ല. അതേസമയം നമ്മൾ വീക്കസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ തേടും. ഇതൊരു ശരിയായ വഴിയാണോ? അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ കഴിയുന്ന ഒരു സത്യമാണ്. നമ്മൾ ദൈവത്തെ തേടേണ്ടത് നമ്മളുടെ വൃദ്ധപ്രായത്തിലല്ല, നമ്മൾക്ക് ചെറുപ്പമുള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾക്ക് ആരോഗ്യമുള്ളപ്പോൾ തന്നെ നമ്മൾക്ക് ആ ഒരു ശക്തിയെ മനസ്സിലാക്കണം. ഇത് വെറുതെ പറയുന്ന ഒരു ഡയലോഗല്ല. ഇത് ലൈഫിനെ രക്ഷിക്കുന്ന ഒരു വാണിംഗ് ആണ്. പലരും എന്താണ് കരുതുന്നത്? ഇപ്പോൾ ജീവിതം എൻജോയ് ചെയ്യാം, പണം സമ്പാദിക്കാം, ഫാമിലി സെറ്റിലാക്കാം, പിന്നെ ഒടുവിൽ സമയം കിട്ടുമ്പോൾ ദൈവം. പക്ഷേ ജീവിതം അങ്ങനെ പ്രെഡിക്റ്റബിളാണോ? നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ജീവിതം പോകുന്നില്ല. ഇന്നുള്ള ആരോഗ്യവും ശക്തിയും സമയം പോലും നാളെ ഉണ്ടാകുമോ എന്നൊരു ഗ്യാരണ്ടി നമ്മൾക്കില്ല. ശരിയല്ലേ? നമ്മുടെ ചെറുപ്പകാലത്തിലാണല്ലോ മനുഷ്യർക്ക് എനർജി ഏറ്റവും കൂടുതലുള്ളത്. മനസ്സ് ഷാർപ്പായിരിക്കും ആ സമയത്ത്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? പുറത്തുള്ള ലോകം, നമ്മുടെ ആഗ്രഹങ്ങൾ, കമ്പാരിസൺ, കോമ്പറ്റീഷൻ, ഇതൊക്കെയായി നമ്മൾ ബിസിയാകുന്നു അല്ലേ? ദൈവത്തെ എപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്? ഒരു പ്രശ്നം വന്നാൽ, നമ്മൾക്കൊരു കഷ്ടം വന്നാൽ, നമ്മുടെ ഹെൽത്ത് ഒരു ഇഷ്യൂ വന്നാൽ, അപ്പോഴാണ് നമ്മൾ ദൈവമേ രക്ഷിക്കണേ, അല്ലെങ്കിൽ ജാതകമെടുത്ത് ജോത്സ്യൻ്റെ അടുത്തേക്ക് ഓടുന്നത്, രോഗം മാറാൻ പല പരിഹാരങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചു നോക്കണം. ദൈവം ഒരു എമർജൻസി ബട്ടണല്ല, ദൈവം ഒരു ലാസ്റ്റ് ഓപ്ഷനുമല്ല. ദൈവം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് ദൈവത്തെ തേടണമെന്ന് പറയുന്നത് ടെമ്പിളിൽ പോകണം, പൂജ ചെയ്യണം അതുമാത്രമല്ല, അതൊരു ജീവിത ശൈലിയാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്താണ് ശരി, എന്താണ് തെറ്റ്, എങ്ങനെ റിയാക്റ്റ് ചെയ്യണം, എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം, ഇതെല്ലാം പഠിക്കാൻ ഏറ്റവും നല്ല സമയം ചെറുപ്പമാണ്. ഒരു കുഞ്ഞിനെ നോക്ക്, അവനപ്പോൾ പ്യൂറാണ്, ഈഗോ ഇല്ല, കമ്പാരിസൺ ഇല്ല. പക്ഷേ ഗ്രോ ആകുമ്പോൾ സൊസൈറ്റി നമ്മളെ മാറ്റുന്നു. അവനെപ്പോലെ ആകണം, ഇത്ര പണം വേണം, ഇത്ര സ്റ്റാറ്റസ് വേണം, ഇതൊക്കെ സ്ലോലി നമ്മളെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ? അവിടെയാണ് ദൈവബോധം വേണ്ടത്. ദൈവത്തെ തേടുന്നവൻ ലൈഫിൽ ഫെയിലിയർ വന്നാലും കൊളാപ്സ് ആകില്ല, സക്സസ് വന്നാലും ഓവർ കോൺഫിഡൻസ് വരില്ല, അവർ ബാലൻസ് ആയിരിക്കും. ഇന്നത്തെ ജനറേഷനിൽ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താണ്? മൈൻഡിന് റെസ്റ്റില്ല, പീസില്ല. എന്തെങ്കിലും അച്ചീവ് ചെയ്താലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം പുറത്തുള്ള ലോകത്തിൽ മാത്രം ഹാപ്പിനെസ് അന്വേഷിക്കുകയാണ്. പക്ഷേ ദൈവത്തെ തേടുന്നവൻ സ്ലോലി മനസ്സിലാക്കും ഹാപ്പിനെസ് ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, ചെറുപ്പകാലത്തിലെ മുതലേ ആ ഒരു ദൈവത്തെ തേടണം. വൃദ്ധപ്രായത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരം വീക്കാകും, മനസ്സ് ടയേർഡാകും, റിഗ്രറ്റ് കൂടുതലായിരിക്കും അല്ലേ? അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ലൈഫ് വേറെ ആയേനെ, ഈ ഫീലിംഗ് പലർക്കും വരുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തെ തേടാൻ തുടങ്ങും. പക്ഷേ അപ്പോൾ എനർജി ഉണ്ടാവില്ല, ഫോക്കസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ വാക്ക് പറയുന്നത്. മുതിർന്ന ശേഷമല്ല, ഇപ്പോഴേ നിങ്ങൾക്ക് ആരോഗ്യവും ശരീരത്തിന് ഉന്മേഷവുമുള്ള സമയത്ത് തന്നെ ഈശ്വരനെ തേടണം. നിങ്ങൾക്കൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എക്സാം അടുത്ത് വന്നപ്പോൾ മാത്രം പഠിക്കുകയാണ്. ടെൻഷനായിരിക്കും. പക്ഷേ ഡെയിലി കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഈസി ആയിരിക്കും. അത് എത്ര പേര് ചെയ്യുന്നുണ്ട്? അതേപോലെ തന്നെയാണ് സ്പിരിച്വാലിറ്റി. ലൈഫ് അവസാന ഘട്ടത്തിൽ ദൈവത്തെ തേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രഗിളായിരിക്കും. പക്ഷേ ചെറുപ്പം മുതൽ സ്ലോലി തുടങ്ങുമ്പോൾ അത് നേച്ചുറലാകും. ദൈവത്തെ തേടുന്നത് എന്ന് പറയുമ്പോൾ ഡെയിലി 5 മിനിറ്റ് പോലും സൈലൻ്റായി ഇരിക്കുക എന്നുള്ളതാണ്.
സ്വയം നോക്കുക, നമ്മുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുക. ഇതിൽ നിന്ന് തന്നെ നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുകയാണ്. നമ്മൾ പുറത്തുള്ള ലോകം ചേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാറില്ല. ആങ്കർ, ജലസി, ഫിയർ, ഇൻസെക്യൂരിറ്റി ഇവയെല്ലാം സ്ലോലി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് ദൈവബോധമാണ്. നിങ്ങൾക്ക് ആരുമില്ലെങ്കിലും ഒരു ശക്തി നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാകും. അത് ലൈഫിനെ കംപ്ലീറ്റ്ലി മാറ്റുന്നതാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കും, ദൈവം എവിടെയാണ്? ദൈവമുണ്ടോ? അത് ഒരിക്കലും പുറത്തല്ല, നമ്മളിൽ തന്നെയാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ മൈൻഡിനെ കാമാക്കണം. അത് വരാൻ പ്രാക്ടീസ് വേണം. അത് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മളത് തുടങ്ങണം. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും, എനിക്ക് നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, ലൈഫ് എൻജോയ് ചെയ്യാൻ ഉള്ളതാണ്, ഇതൊക്കെ പിന്നീട് നോക്കാം എന്ന്. പക്ഷേ സമയം വെയിറ്റ് ചെയ്യില്ല. ഇന്നുള്ള സമയം തന്നെ റിയലാണ്. ഇന്നുള്ള ശ്വാസം തന്നെ റിയലാണ്. നാളെ ആ ശ്വാസമുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കണം. ദിവസം 5 മിനിറ്റ് ഫോണില്ലാതെ, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ജസ്റ്റ് സൈലൻ്റായിട്ട് ഇരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം. ആദ്യമൊക്കെ അതൊരു ബോറിംഗായിട്ട് തോന്നും, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്ന് തോന്നും. പക്ഷേ സ്ലോലി അതിൽ നിങ്ങൾക്കൊരു ശാന്തി അനുഭവിക്കാൻ പറ്റും. അതാണ് ദൈവത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ ചുവടുവയ്പ്. ദൈവത്തെ തേടുന്നവൻ ലൈഫിൽ പെർഫെക്റ്റ് ആകില്ല, പക്ഷേ അവർ അവെയറാകും. ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരാളൊരു തെറ്റ് ചെയ്താൽ അവർക്കത് മനസ്സിലാകും, അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അവർ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യില്ല. കാരണം അവർ സ്വയം മനസ്സിലാക്കുന്നു, ഞാൻ തെറ്റുകാരനാണ്, ഈ തെറ്റ് ഞാൻ തിരുത്തണം എന്ന്. അപ്പോൾ അവർ ആർഗ്യുമെൻറ്റിന് പോകില്ല. ഇത് തന്നെയാണ് റിയൽ സ്പിരിച്വാലിറ്റി. അമ്പലങ്ങളിൽ പോകുന്നത് നല്ലതാണ്, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പൂജ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതിലും വലിയത് ജീവിതം തന്നെ നമ്മളൊരു പ്രാർത്ഥനയാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്താലും ഹോണസ്റ്റിയോടെ ചെയ്യുക. അതാണ് ദൈവത്തെ നമ്മൾ തേടുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതം എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും അറിയില്ല. ആർക്കും ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഒരു ചെറിയ തീരുമാനങ്ങൾ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ മുതൽ എന്നല്ല, ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങണം. ദൈവം ദൂരെയല്ല, അവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. നിങ്ങളൊരു ചുവടെടുത്താൽ അവൻ നിങ്ങളുടെ അടുത്തേക്ക് 10 ചുവട് വെച്ച് അടുത്ത് വരും. അതുകൊണ്ട് മുതിർന്ന ശേഷമല്ല, നിങ്ങളുടെ ചെറുപ്പകാലത്തിൽ തന്നെ ദൈവത്തെ തേട്. ജീവിതം തന്നെ മാറും. നമ്മൾ പലപ്പോഴും ദൈവത്തെ തേടുമ്പോൾ പോലും അതിൽ പോലും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും, അല്ലേ? ഇത് തരണമേ, അത് നടക്കണമേ, ഇത് കിട്ടിയാൽ മാത്രമേ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കും. പക്ഷേ സത്യത്തിൽ ദൈവത്തെ തേടുന്നത് എനിക്ക് എന്ത് കിട്ടും എന്നതല്ല, ഞാൻ എന്തായി മാറുന്നു എന്നതാണ്. ഇത് മനസ്സിലായാൽ തന്നെ ജീവിതത്തിൻ്റെ ദിശ മാറും. നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എളുപ്പത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ആകും, അല്ലേ? ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയ, സിനിമ, കമ്പാരിസൺ ഇതൊക്കെ നമ്മളെ ഡയറക്ഷൻ ഇല്ലാത്ത ഒരു ലൈഫിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരാൾക്ക് ഒരു സ്ട്രോങ് ബേസ് വേണം. ആ ബേസാണ് ദൈവബോധം. ആ സമയത്ത് ദൈവബോധമില്ലെങ്കിൽ ജീവിതം പതറിപ്പോകും. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, നീ എന്തിനാണ് ദൈവത്തെ തേടുന്നത് എന്ന് നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം, എനിക്ക് പീസ് വേണം, എനിക്കൊരു ക്ലാരിറ്റി വേണം, എനിക്ക് റിയൽ ഹാപ്പിനെസ് വേണം. ഇത് എത്ര പേർക്ക് പറയാൻ പറ്റും? കാരണം മണി, സ്റ്റാറ്റസ്, റിലേഷൻഷിപ്പ് ഇതൊന്നും പെർമനൻ്റ് അല്ല. ഇന്നുണ്ടാകും, പക്ഷേ നാളെ ഉണ്ടാകുമെന്നറിയില്ല, നാളെ ഇല്ലാതാകാം. പക്ഷേ നമ്മുടെ ഉള്ളിലെ സമാധാനം അതൊരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. അത് നമ്മളുടെ സ്വത്താണ്. അത് മാത്രമാണ് നമ്മളുടെ സ്വത്ത്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, ദൈവം ഉള്ളിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ പുറത്താണ് അന്വേഷിക്കുന്നത്. ഒരു ദിവസം ഫോൺ ചാർജ് ഇല്ലാതെ പോയാൽ നമ്മൾ പാനിക്കാകുന്നല്ലേ? പക്ഷെ നമ്മുടെ മൈൻഡിന് ചാർജ് ഇല്ലാതെ എത്ര ദിവസമായി നടക്കുന്നു, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത് ശ്രദ്ധിക്കാതെ
എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ മാറ്റം സംഭവിക്കുന്നത്? ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തതാണോ? എന്തെങ്കിലും ബാധയാണോ? എന്തെങ്കിലും ദോഷമാണോ? നമ്മളുടെ ചിന്തകൾ കാട് കയറുകയാണ് അല്ലേ? പക്ഷെ അവിടെയാണ് നമ്മൾക്ക് ദൈവബന്ധം വേണ്ടിയത്. അതാണ് മൈൻഡിൻ്റെ ചാർജ്. അവിടേക്കാണ് നിങ്ങൾ മാറേണ്ടത്. മനസ്സിനെ കാമാക്കണം. നിശബ്ദമായി കുറച്ച് നേരം ഇരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പഠിക്കണം. അത് കിട്ടിയാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. എന്ത് ഡിസിഷൻ എടുക്കണം, എന്താണ് ഞാൻ ഒഴിവാക്കേണ്ടത്, എൻ്റെ കൂടെ ഇരിക്കുന്നവരിൽ ആരാണ് നല്ലവർ, ആരാണ് ഫേക്ക്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ പ്രപഞ്ചം മനസ്സിലാക്കിക്കൊണ്ടേ തരും. നമ്മുടെ ചെറുപ്പകാലത്തിൽ ദൈവത്തെ തേടുന്നവർ ലൈഫിൽ തെറ്റുകൾ ചെയ്യില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അവർ ഓരോ തെറ്റിൽ നിന്നും പഠിക്കും. അവർ അതിൽ നിന്നും ഗ്രോ ചെയ്യും. ഇന്ന് സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? വിൻ ചെയ്യണം, അച്ചീവ് ചെയ്യണം, അത് മറ്റുള്ളവരിൽ കാണിക്കണം. പക്ഷേ ആരും പഠിപ്പിക്കുന്നില്ല എങ്ങനെ കാമായിരിക്കണം, എങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യണം. അതുകൊണ്ടാണ് സ്ട്രെസ് കൂടുന്നത് നമ്മളിൽ പലർക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, പുറത്ത് എല്ലാം ഫൈനായ ആളുകൾ പോലും അവരുടെ ഉള്ളുകൊണ്ടവർ തകർന്നവരാണ്. അതെന്തുകൊണ്ടാണ്? ഇന്നർ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ലേ? ദൈവത്തെ തേടുന്നത് അതൊരു റിലീജിയൻ മാറ്റർ അല്ല, അതൊരു ഹ്യൂമൻ നീഡാണ്. പക്ഷേ ഇന്ന് പലരും എന്താ ചെയ്യുക, മെഡിറ്റേഷൻ എടുക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് ആനന്ദം കൊടുക്കുന്ന അവർക്ക് പുറത്ത് കാണുന്ന ഉപകരണങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് വീട്, കാറ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവർ മെഡിറ്റേഷൻ എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓക്സിജൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലെ ആ സമാധാനം, ഇന്നർ പീസ്. അതിനു വേണ്ടിയാണ് മെഡിറ്റേഷൻ എടുക്കുന്നത്. പക്ഷേ അത് കിട്ടാൻ നിങ്ങൾ ഉള്ളിലേക്ക് തിരിയണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു ദിവസം ഫോണും സോഷ്യൽ മീഡിയയോ ഫ്രണ്ട്സോ ഇതൊന്നുമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ആണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളത് അനുഭവിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അവിടെ തന്നെയാണ് ആൻസർ ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും മിസ്സിങ് ആണ് നിങ്ങൾക്ക്. അത് ഫിൽ ചെയ്യാൻ ദൈവബന്ധം തന്നെ വേണം. ചെറുപ്പത്തിൽ തന്നെ ഈ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നവൻ ലൈഫിൽ ലോൺലി ആകില്ല. കാരണം അവർ ഒരിക്കലും എലോൺ അല്ല. അവനോടൊപ്പം ഒരു അൺസീൻ പ്രസൻസ് ഉണ്ടെന്ന് അവർ എപ്പോഴും ഫീൽ ചെയ്യും. ഇത് ഇമാജിനേഷൻ അല്ല കൂട്ടുകാരെ, ഇത് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അതിന് ഒരു പേഷ്യൻസ് വേണം. നമ്മൾക്ക് ഒരു കാത്തിരിപ്പ് വേണം. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മളിതിൽ. ഇന്ന് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ജനറേഷനാണ് അല്ലേ? എവരിത്തിങ് ഇൻസ്റ്റൻറ്റ് വേണം. പക്ഷേ സ്പിരിച്വാലിറ്റി സ്ലോ പ്രോസസ്സാണ്. ഒരു വിത്ത് മണ്ണിനടിയിൽ നട്ടാൽ അത് ഒരു മരമാകാൻ അല്ലെങ്കിൽ ഒരു ചെടിയാകാൻ സമയമെടുക്കും. അതിന് വേണ്ടുന്ന കെയറിങ് കൊടുക്കണം. അതേപോലെ തന്നെയാണ് ദൈവാന്വേഷണവും. നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഈ സീഡ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രായമാകുമ്പോൾ അതൊരു വലിയ ട്രീ ആകും. അപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാകില്ല, എൻ്റെ ലൈഫ് വേസ്റ്റായി എന്ന് തോന്നില്ല. പകരം ഞാൻ ശരിയായ വഴിയിലാണ് സഞ്ചരിച്ചത് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. നിങ്ങൾ ഇന്ന് തന്നെ ഡിസൈഡ് ചെയ്യുക, ലൈഫ് മുഴുവൻ പുറത്തേക്ക് ഓടണോ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഉണ്ടാക്കണോ എന്ന്. എൻജോയ് ചെയ്യുന്നതിൽ തെറ്റില്ല, ഡ്രീം ചേസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനോടൊപ്പം സെൽഫ് അവെയർനെസ് വേണം, ദൈവബോധം വേണം. അതില്ലെങ്കിൽ നിങ്ങൾ എത്ര ഉയരത്തിൽ പോയാലും അകത്തൊരു എംപ്റ്റിനെസ് ഉണ്ടാകും. അത് നിറയ്ക്കുവാൻ വേണ്ടി പുറത്തുള്ള ഒന്നിനും അത് നിറയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്തിൽ തന്നെ ദിവസം 5 മിനിറ്റിൽ ആരംഭിച്ച് മതി, 5 മിനിറ്റായാലും മതി, അത് 10 മിനിറ്റായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്ക്, സ്ലോ ആയി മൈൻഡ് കാമാക്ക്. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു സമാധാനം, ഒരു ക്ലാരിറ്റി, ഒരു ലൈറ്റ്നെസ് എല്ലാം മനസ്സിലുണ്ടാകും, ഹൃദയത്തിലുണ്ടാകും. അത് തന്നെയാണ് ദൈവത്തിൻ്റെ പ്രസൻസ്. അത് വൺസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും പുറത്തേക്ക് മാത്രം അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് സമാധാനം തേടി ഓടേണ്ട ആവശ്യം വരില്ല. ജാതകമെടുത്ത് എവിടെയും ഒരു ജോത്സ്യൻ്റെ അടുത്ത് ഓടേണ്ടി വരില്ല. പരിഹാര കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് രൂപ മുടക്കേണ്ടി വരില്ല. ഒരു ലൈഫിലൊരു ബാലൻസ് വരും. നിങ്ങൾ ബെറ്റർ പേഴ്സൺ ആകും. മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് വരും. ആങ്കർ കുറയും, ഈഗോ കുറയും. ഇതാണ് റിയൽ ട്രാൻസ്ഫർമേഷൻ.
അതുകൊണ്ടാണ് മഹാന്മാർ വീണ്ടും വീണ്ടും പറയുന്നത്, മുതിർന്ന ശേഷമല്ല, നിങ്ങളുടെ ചെറുപ്പകാലത്തിൽ തന്നെ സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം, ദൈവത്തെ തേടണം. നിങ്ങൾ തുടങ്ങുക. അതിന് നിങ്ങൾക്കുള്ള വഴി ഈ പ്രപഞ്ചം നിങ്ങൾക്ക് തുറന്നു തരും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നത്, ജീവിതം ആരെയും വെയിറ്റ് ചെയ്തില്ല. നാളെ മുതൽ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഇന്ന് തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾക്കിപ്പോൾ സമയമുണ്ടോ, എനർജി ഉണ്ടോ, മനസ്സ് ക്ലിയറാണോ? അങ്ങനെയാണെങ്കിൽ ഇതാണ് പെർഫെക്റ്റ് സമയം ദൈവത്തെ തേടാൻ. ഒന്നും വലിയ കാര്യങ്ങൾ വേണ്ട. ഒരു ചെറിയ സൈലൻസ്, ഒരു ചെറിയ അവയർനെസ്, ഒരു ചെറിയ സിൻസിയർ ഹേർട്ട് ഉണ്ടായാൽ മാത്രം മതി. നിങ്ങൾ ഒരു ചുവടെടുത്ത് വയ്ക്ക്, ദൈവം നിങ്ങളിലേക്ക് 10 അടി നടന്നു വരും.